നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കരിപ്പൂർ വിമാനത്താവളത്തിലെ ജീവനക്കാരനായിരുന്ന മകന്റെ മരണത്തിൽ ദുരൂഹത ഉണ്ട് എന്നും മകന്റെ ഭാര്യയുടെ പങ്ക് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ രംഗത്ത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 12-ന് മരിച്ച സൂരജിന്റെ മാതാപിതാക്കളായ സുഖജകുമാരിയും ജയരാജനുമാണ് ആരോപണവുമായി എത്തിയത്. മകന്റെ ഭാര്യയായ കന്യാകുമാരിക്കടുത്ത മഞ്ചാൽമൂട്ടിലെ യുവതിക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. 2022 സെപ്റ്റംബർ 12-നായിരുന്നു തിരുവനന്തപുരം വണ്ടിത്തടത്തെ JS നിവാസിൽ സൂരജിന്റെയും യുവതിയുടെയും വിവാഹം നടന്നത്. വൈകാതെ ഇരുവരും തമ്മിൽ അസ്വാരസ്യം പ്രകടമായി. യുവതിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് സൂരജ് പെൺകുട്ടിയുടെ വീട്ടുകാരോട് സൂചിപ്പിച്ചു. എതിർത്ത് പറഞ്ഞാൽ ഗാർഹിക പീഡനത്തിന് പരാതി നൽകി ജയിലിലാക്കുമെന്നായിരുന്നു യുവതിയുടെ ഭീഷണി. വിവാഹം കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ തന്നെ സ്വത്തുക്കൾ സൂരജിന്റെ പേരിലേക്ക് എഴുതി നൽകണമെന്ന് യുവതിയും കുടുംബം ആവശ്യപ്പെട്ടിരുന്നതായി മാതാപിതാക്കൾ ആരോപിക്കുന്നു. വൈകാതെ സൂരജ് തിരുവനന്തപുരത്ത് നിന്ന് സ്ഥലം മാറ്റം വാങ്ങി കൊച്ചിയിലേക്ക് പോയി. അവിടെ നിന്ന് സ്ഥാനക്കയറ്റം ലഭിച്ച് കോഴിക്കോട്ടേക്ക് എത്തിയ സൂരജ് 4 മാസം കഴിഞ്ഞപ്പോൾ മരിച്ചു. മരിക്കുന്നതിന് ഏതാനും ആഴ്ച മുമ്പ് വീട്ടിലേക്ക് ഫോണിൽ വിളിച്ച സൂരജ് കരയുകയും തനിക്ക് ഭക്ഷണം തരുന്നില്ലെന്ന് പറയുകയും ചെയ്തിരുന്നതായി മാതാപിതാക്കൾ പറയുന്നു. ഇതിന് പിന്നാലെ സൂരജിന് സ്ട്രോക്ക് ഉണ്ടായെന്നും കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും യുവതി വീട്ടുകാരെ വിവരം അറിയിച്ചു. ആശുപത്രിയിൽ കാണാനെത്തിയപ്പോൾ സൂരജ് സ്ഥിരമായി ഏതെങ്കിലും മരുന്ന് കഴിക്കുന്ന ആളാണോ എന്ന് ഡോക്ടർ ചോദിച്ചതായി ഇവർ പറയുന്നു. ഒരു രോഗവും ഇല്ലാതിരുന്ന സൂരജ് മരുന്നൊന്നും കഴിക്കാറില്ലെന്ന് പറഞ്ഞപ്പോൾ മരുന്ന് കഴിക്കുന്നുണ്ടെന്നായിരുന്നു യുവതി പറഞ്ഞത്. 80 വയസ്സിന് മുകളിലുള്ളവർക്ക് വരാറുള്ള തലച്ചോർ ചുരുങ്ങുന്ന രോഗം സൂരജിനുള്ളതായി അന്ന് ഡോക്ടർ ചൂണ്ടിക്കാട്ടി. ആശുപത്രിയിൽ നിന്ന് ഫ്ളാറ്റിലേക്ക് മാറ്റിയ സൂരജിനെ പിന്നീട് തലവേദന ഉണ്ടായപ്പോൾ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സൂരജിനെ കാണാൻ യുവതി സമ്മതിക്കാതിരുന്നപ്പോൾ ആശുപത്രിക്കാരോട് ഉൾപ്പെടെ ബഹളമുണ്ടാക്കിയെന്ന് മാതാപിതാക്കൾ പറയുന്നു. എംഫാം യോഗ്യതയുള്ള മരുന്നുകളെ കുറിച്ച് അറിയാവുന്ന ആളായ യുവതി തന്റെ മകന് ആവശ്യമില്ലാത്ത ചില മരുന്നുകൾ നൽകിയതായും അത് കാരണമാണ് മരിച്ചതെന്നുമാണ് മാതാപിതാക്കളുടെ ആരോപണം. സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള ശ്രമമാണെന്നും ആരോപിച്ചു. യുവതിക്കും കുടുംബത്തിനുമെതിരെ നടപടിയെടുക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. മൃതദേഹം ദഹിപ്പിച്ചതിനാൽ എങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം നടത്തി അന്വേഷണം നടത്തുകയെന്നാണ് കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടപ്പോൾ കിട്ടിയ മറുപടിയെന്നും കുടുംബം പറയുന്നുണ്ട്. സംഭവത്തിൽ മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, പോലീസ് സൂപ്രണ്ട് തുടങ്ങിയവർക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും കുടുംബം ആരോപിച്ചു. പത്രസമ്മേളനത്തിൽ അഡ്വക്കേറ്റ് VP ആഷിൻ, കുടുംബ സുഹൃത്തായ BJ ജ്യോതിഷ് തുടങ്ങിയവരും പങ്കെടുത്തിരുന്നു. ഇതിനിടെ മറ്റൊരു സംഭവത്തിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവും വനിതാ സുഹൃത്തും അറസ്റ്റിലായി. കല്ലടിക്കോട് ദീപ ജംഗ്ഷനിൽ താമസിക്കുന്ന 23-കാരിയായ റിൻസിയാണ് മരിച്ചത്. ഈ സംഭവത്തിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ഭർത്താവ് പുതുപ്പരിയാരം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഷാജുദ മനസ്സിൽ S ഷെഫീഖ്, സുഹൃത്ത് പിരിയങ്കിരി ചുങ്കം ആലക്കൽ പറമ്പ് ജംസീന എന്നിവരെയാണ് ഹേമാംബിക നഗർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരുവർക്കുമെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. ഈ മാസം 6-ന് രാവിലെയാണ് പുതുപ്പരിയാരത്തെ വാടക വീട്ടിൽ റിൻസിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് റിൻസിയുടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഭർത്താവും സുഹൃത്തും കുടുങ്ങിയത്. 4 വർഷം മുമ്പായിരുന്നു ഷെഫീഖും റിൻസിയും തമ്മിലുള്ള വിവാഹം. ഇതിനുശേഷം ഷെഫീഖ് ജംസീനുമായി അടുപ്പത്തിലായത് പോലീസ് പറഞ്ഞു. ഷെഫീഖ് സ്ഥിരമായി റിൻസിയെ ദേഹോപദ്രവം ഏൽപ്പിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.